നേടിത്തന്നു. പാപത്തിൽ നിന്നുള്ള മോചനം ഈശോ നേടിത്തന്നു. വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നതിലൂടെ അവന്റെ നാമം മൂലം നാം പാപമോചനം നേടും. യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ഈശോയെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പാപത്തിനുള്ള മോചനം ലഭ്യമാകുന്നു. സഹോദരങ്ങളെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, നീ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ഈശോയുടെ ഒരു ചിത്രം വരയ്ക്കണം. അതില് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നത് ഈ ചിത്രം നിന്റെ ദേവാലയത്തിൽ സ്ഥാപിക്കണം. അതിനുശേഷം ഈ ചിത്രം ലോകം മുഴുവൻ സ്ഥാപിക്കപ്പെടണം, വണങ്ങപ്പെടണം. ഈ ചിത്രം വണങ്ങുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ ചിത്രം കൃപകൾ സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണ്. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നുവെന്ന കയ്യൊപ്പോടുകൂടിയ ഈ ചിത്രം. സഹോദരങ്ങളെ, ഈശോ വീണ്ടും പറയുന്നു, എന്റെ രണ്ടാം ആഗമനത്തിന് വേണ്ടി നീ ഈ ലോകത്തെ ഒരുക്കണം. ദൈവ കരുണയുടെ സന്ദേശം എല്ലാ മനുഷ്യരോടും ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. അതിന്റെ ഭാഗമായിട്ടാണ് സഹോദരങ്ങളെ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അതെ, യേശുവിന്റെ വീണ്ടും വരവ്, യേശുവിന്റെ രണ്ടാം ആഗമനം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, ഞാൻ എന്റെ രണ്ടാം ആഗമനത്തില് വാനമേഘങ്ങളിലേന്മാരോടൊപ്പം പ്രത്യക്ഷനാകുമ്പോൾ അന്ന് നീതിയുടെ രാജാവായിട്ടാണ് ഞാൻ വരുന്നത്. അതായത് യേശുവിന്റെ രണ്ടാം ആഗമനത്തില് നീതിവിധിയാളനായ രാജാവായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈശോ പറയുന്നു, എന്നാൽ ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാണ്. ദൈവ കരുണയുടെ സമയമാണ് ഇപ്പോൾ.